അപ്പോൾ സ്വാഭാവികമായിട്ടും ജോൺ മുണ്ടക്കയത്തെ ഇത് ബ്രീഫ് ചെയ്ത് തിരുവഞ്ചൂരാന്നുള്ള കാര്യം വ്യക്തമായല്ലോ. അത് വ്യക്തമായല്ലോ. തിരുവഞ്ചൂരിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും ജോൺ മുണ്ടക്കയം പറയുന്നത്. വളരെ ഞാൻ പറഞ്ഞല്ലോ, അതായത് റിട്ടയർ ചെയ്ത മാധ്യമപ്രവർത്തകർ പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു പതിവുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാവരും ആ പുസ്തകം വാങ്ങില്ലേ എന്തൊക്കെ പറഞ്ഞെന്നറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് നാട്ടുനടപ്പല്ലേ, അതിന് കുഴപ്പമില്ല, ഞാൻ അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തൊന്നുമില്ല. പക്ഷെ മനോരമയ്ക്കൊരു വലിയൊരു ഗ്രീവൻസ് ഉണ്ടാവും. എന്താ കാരണം വെച്ചാൽ തങ്ങളുടെ ബ്യൂറോ ചീഫ് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ആ പത്രത്തിലൊരു എക്സ്ക്ലൂസീവായിട്ട് അടിച്ചിട്ടില്ലോ എന്നുള്ളൊരു പരാതി അവർക്കുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CPM-ന്റെ പ്രതിനിധിയായിട്ട് പോയതാണ്, മാധ്യമപ്രവർത്തകനായിട്ട് പോയതല്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ CPM-ന്റെ ഒരു പ്രവർത്തകനാണ്. ഞാനൊരു മാധ്യമപ്രവർത്തകന്റെ റോളിലല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ കൈരളി TV-യുടെ ചീഫ് എഡിറ്ററാണ്, MD ആണ്, അതോടൊപ്പം തന്നെ രാജ്യസഭാ അംഗമാണ്. ഞാനിപ്പോൾ രാജ്യസഭയിൽ സംസാരിക്കുന്നത് കൈരളി TV-യുടെ എഡിറ്റോറിയൽ എന്നുള്ള രീതിയിലാണോ സംസാരിക്കുന്നത്? എനിക്ക് മൾട്ടിപ്പിൾ റോൾ ഉണ്ട്. അതിലിപ്പോ മുണ്ടക്കയം പറഞ്ഞ കാര്യങ്ങൾ ഭാഗികമായി അങ്ങ് അംഗീകരിക്കുകയാണ്. അതായത് മുണ്ടക്കയത്തെ താങ്കൾ വിളിച്ചു എന്നുള്ള കാര്യം ഒഴിവാക്കിയാൽ ഈ വിഷയത്തിൽ ഇടപെട്ടത് മധ്യസ്ഥനായി നിന്നത് താങ്കൾ അല്ലല്ല. അതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഡേറ്റുകളൊക്കെ എടുത്ത് നോക്ക്. അതായത് എന്താ ക്യാബിനറ്റ് എടുത്ത തീരുമാനമല്ലേ എന്ന് പറഞ്ഞു. ഏത് ക്യാബിനറ്റ് എപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം, എപ്പോഴെടുത്ത തീരുമാനം? കേൾക്ക്, എവിടെ നിങ്ങൾ എടുത്തു നോക്ക്. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉമ്മൻചാണ്ടി പല സമരവും പല അവസാനിപ്പിക്കാൻ വേണ്ടി പല തീരുമാനങ്ങളും പറയും. അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കണമെന്നും അത് ആ പരിഗണനാ വിഷയങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരണമെന്നുള്ള കൃത്യമായിട്ടുള്ള ആവശ്യം പിന്നീട് അംഗീകരിച്ച എവിടെയാണ്? ഫോർമലായിട്ട് അംഗീകരിച്ചപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് ക്യാബിനറ്റ് തീരുമാനിക്കുന്നത്. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നു ആ പ്രഖ്യാപനം നടത്തിയത് ഓഗസ്റ്റ് 13-ാം തീയതി ആയിരിക്കും, 2013. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം മിക്കവാറും ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ പരിശോധിച്ച് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. കൃത്യമായ തോതിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തി തിരുവനന്തപുരം ഇങ്ങോട്ടേക്ക് ചർച്ചയ്ക്ക് വിളിച്ചു. ഈ കാര്യങ്ങളെല്ലാം ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് അവതരിപ്പിക്കുക. ആ സമയത്ത് പോലും ഇത് സമരം അവസാനിച്ചില്ല. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ എത്രയോ ആൾക്കാർ ബന്ധപ്പെടാറുണ്ട്, പല ആൾക്കാരും ബന്ധപ്പെടാറുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടത് പറയാം, പറയേണ്ടാത്തത് പറയില്ല. അതൊക്കെ എങ്ങനെയില്ല. അല്ല, അതല്ല അവിടെ അതിൻ്റെ അകത്ത് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനെ തിരുവഞ്ചൂർ വിളിച്ചു, അല്ലെ തിരുവഞ്ചൂരിനെ കണ്ടു എന്ന് പറയേണ്ട യാതൊരു സാങ്കത്യമില്ല. അതൊക്കെ അവിടെ പാർട്ടി നേതൃത്വം വ്യക്തമായ തീരുമാനമെടുക്കും. ഞാൻ പാർട്ടിക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്.